നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. വൃശ്ചികൻ രാശിക്കാരുടെ 2026 വർഷഫലമാണ് ഇന്ന് ഞാൻ പറയുന്നത്. വൃശ്ചികൻ രാശി വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. 2026 വൃശ്ചികൻ രാശിയുടെ അഷ്ടമരാശിയിലും ഭാഗ്യഭാവത്തിലുമായിട്ടാണ് 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴം സഞ്ചരിക്കുന്നത്. ചാരവശാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായി ധനം നൽകും. ധനഭാവത്തിൻ്റെ അധിപതി കൂടിയാണ് വ്യാഴം. ആയതിനാൽ ധാരാളം പണം കയ്യിൽ വന്നു ചേരും, ചിലവുകളും ഉണ്ടാകും. ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിക്കും. കർമ്മരംഗത്ത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നും അപ്രീതി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ക്ലേശകരമായ പല യാത്രകളും ഈ സമയത്ത് ഉണ്ടാകാം. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. കുടുംബാന്തരീക്ഷത്തിൽ സമാധാനക്കുറവുണ്ടാകും. സർക്കാർ ലോണുകൾക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് കിട്ടാൻ താമസമുണ്ടാകും. എന്നാൽ 2026 രണ്ടാം പകുതിയിൽ വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് രാശിമാറ്റം നടത്തും. വൃശ്ചികൻ രാശിക്കാരുടെ ഭാഗ്യഭാവത്തിലേക്ക് പലതരത്തിലുള്ള സന്തോഷാനുഭവങ്ങളായിരിക്കും വ്യാഴം പിന്നീട് നൽകുന്നത്. ഉദ്യോഗസ്ഥർക്കും വ്യാപാരികൾക്കും നേട്ടങ്ങളുടെ സമയമാണ്. വ്യാഴം അവിടെ നിന്നുകൊണ്ട് വൃശ്ചികത്തിലേക്കും വൃശ്ചികത്തിൻ്റെ 3ഉം 5ഉം ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നു. 5ആം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയെ വീക്ഷിക്കുകയും ശനിദോഷത്തിന് ശമനം വരുത്തുകയും ചെയ്യുന്നു. വ്യാഴത്തിൻ്റെ ജന്മം 3 എന്നീ ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി ആരോഗ്യവർദ്ധനവിനെയും സഹോദര ഗുണത്തെയും സൂചിപ്പിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്നവർക്ക് സന്താനഭാഗ്യം, വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം, വീടിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് എന്നിവ ലഭിക്കുന്ന സമയമാണ്. എല്ലാ തരത്തിലും ജീവിതം ഉയർച്ചയിലേക്ക് പോകും. ഈ സമയത്ത് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ശ്രമിക്കണം. വിദേശത്തെ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ്. നല്ല ജോലി, പ്രമോഷൻ, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ, പ്രണയ സാഫല്യം എന്നിവയെല്ലാം ലഭിക്കുന്ന സമയമാണ്. രാഷ്ട്രീയക്കാർക്കും സാംസ്കാരിക രംഗത്തുള്ളവർക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ശനി നിങ്ങളുടെ 5ആം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണമിടപാടുകൾ നടത്താതിരിക്കുകയാണ് നല്ലത്. ഈ സമയം വരവിലധികം ചിലവുകൾ ഉണ്ടാകും. രോഗം, കടം ഇവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് സ്നേഹബന്ധത്തിൻ്റെ തീഷ്ണത കുറയും. വിദ്യാർത്ഥികൾ അലസത കാണിക്കും പഠനത്തിൽ. സുഖസ്ഥാനത്ത് നിൽക്കുന്ന രാഹു സുഖഹാനിയെ ഉണ്ടാക്കും. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. ചെറിയ രോഗങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളിൽ നിന്നും അകൽച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനച്ചിലവുകളും വർദ്ധിക്കും. കർമ്മരംഗത്ത് അനാവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം. കർമ്മഭാവത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് തൊഴിൽ വികസിപ്പിക്കുന്നതിനോ പണം ചിലവാക്കുന്നതിനോ ശ്രമിക്കരുത്. പണനഷ്ടമുണ്ടാകാം. തൊഴിൽപരമായ വിദേശയാത്രകളും പണച്ചിലവുകളും ഉണ്ടാകാം. കേസ് വഴക്കുകൾക്ക് നീതി ലഭിക്കുകയില്ല. ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ ഉണ്ടാക്കും. ഈ സമയത്ത് യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 2026 ജൂൺ 2 വ്യാഴം തൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുമ്പോൾ ശനിദോഷത്തിന് ശമനം വരികയും രാഹുകേതുക്കളുടെ പ്രതികൂലതയെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. വർഷത്തിൻ്റെ ആദ്യ പകുതിയും അനുകൂലമാക്കാൻ താഴെ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ആദ്യമായി വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. മാസത്തിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു ഭഗവാനെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ സർപ്പപൂജ നടത്തുക. കേതു പ്രീതിക്ക് വേണ്ടി ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തുക. ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും നടത്തിയാൽ ശ്രേഷ്ഠകരമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.